സുന്ദരിയായ ഈ പെൺകുട്ടിയെ മനസ്സിലായോ? തമിഴ് നടൻ ജയൻ രവി അഥവാ രവി മോഹനുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകളിലൂടെയും അവരുടെ സൗഹൃദങ്ങളിലൂടെയും വാർത്തകളിൽ ഇടം നേടിയ സുന്ദരി. ആള് ചില്ലറക്കാരിയല്ല. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, സ്പാനിഷ്, ഫ്രഞ്ച് എന്നീ ഭാഷകളിൽ പാടാൻ കഴിവുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ്. പേര് കെനീഷ ഫ്രാൻസിസ്. കൂടാതെ ആത്മീയ രോഗശാന്തിക്കാരിയും ലൈസൻസ്ഡ് സൈക്കോളജിസ്റ്റുമാണ്. ബാംഗ്ലൂർ സ്വദേശിയായ കെനീഷ ഫ്രാൻസിസ് മികച്ചൊരു ഗായികയും നർത്തകിയും നടിയുമാണ്. ദ സ്റ്റേജ് എന്ന മ്യൂസിക് റിയാലിറ്റി ഷോയിലെ ഫൈനലിസ്റ്റ് ആയിട്ടാണ് അവർ ആദ്യമായി ശ്രദ്ധേയയാകുന്നത്. പിന്നീട് ധാരാളം ആൽബങ്ങളിൽ അഭിനയിച്ചു. ഗോവയിലേക്കുള്ള ഒരു സന്ദർശനത്തിനിടെയാണ് ജയൻ രവിയെ ആദ്യം കണ്ടുമുട്ടുന്നത്. ആ സമയത്തായിരുന്നു ജയൻ രവിയുടെയും ഭാര്യ ആരതിയുടെയും ജീവിതം ശിഥിലമാകാൻ തുടങ്ങുന്നത്. രവിയുടെയും ആരതിയുടെയും വിവാഹമോചന നടപടികൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കെ രവി മോഹൻ കെനീഷയുമായി പ്രണയത്തിലായി എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. സമീപകാലത്ത് നടന്ന ഒരു വിവാഹ ചടങ്ങിന്റെ റിസപ്ഷനിൽ കൈകൾ ചേർത്ത് പിടിച്ച് ഒരേപോലെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് രണ്ടുപേരും എത്തിയതോടുകൂടിയാണ് ഈ ഗോസിപ്പ് ശക്തി പ്രാപിച്ചത്. എന്നാൽ ഞങ്ങളുടെ വിവാഹമോചനം ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നും ഇപ്പോഴും രവി തനിക്ക് ഭർത്താവും തന്റെ കുട്ടികൾക്ക് അച്ഛനുമാണെന്ന് ആരതി പറഞ്ഞതോടുകൂടി കെനീഷയെ വിമർശിച്ചുകൊണ്ടുള്ള സൈബർ അറ്റാക്ക് വർദ്ധിച്ചു. പ്രണയ ജോഡികളായ ആരതിയെയും ജയൻ രവിയെയും വേർപിരിപ്പിച്ചത് കെനീഷയാണെന്ന് പോലും ആളുകൾ ആരോപിച്ചു. ഇപ്പോഴിതാ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ട ഒരാളുടെ കമന്റാണ് ചർച്ചയെ കൊണ്ടിരിക്കുന്നത്. ആരും അറിയാത്ത ഒരു ഭൂതകാലം കെനീഷയ്ക്കുണ്ടെന്നും പലരുടെയും ജീവിതം തകരാൻ കാരണക്കാരിയായിട്ടുണ്ടെന്നും കമന്റിൽ പറയുന്നു. കെനീഷയുടെ യഥാർത്ഥ പേര് സാന്ദ്ര സിത്താര എന്നാണെന്നും സാന്ദ്ര വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഗാരിയെ വിവാഹം കഴിച്ചു. അവൾ അവന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവന്റെ കുടുംബം പൂർണ്ണമായും തകർന്നു. അവൻ മാനസികമായും തകർന്നു. അവർ വിവാഹമോചനം നടത്തി. അതിനുശേഷം എൻ്റെ സുഹൃത്ത് മദ്യപാനിയായി മാറി. ഇപ്പോൾ അയാൾ നമ്മോടൊപ്പം ഇല്ല. അവളെ ആലോചിച്ച് കുടിച്ചു മരിച്ചു. മറ്റൊരു കാര്യം, ഇപ്പോൾ കെനീഷ പൂർണ്ണമായും ആൾമാറാട്ടം നടത്തിയിരിക്കുന്നു. പേര് മാറ്റിയിരിക്കുന്നു. സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയുന്നു. ലണ്ടനിൽ ബിസിനസ് പഠിച്ചു എന്നും പറയുന്നു. അവൾ പറയുന്നത് പോലെ അവൾ കെനിയൻ അല്ല. ബാംഗ്ലൂരിലുള്ള ഒരു സാധാരണ തമിഴ് പശ്ചാത്തലമുള്ള പെൺകുട്ടിയാണ്. അവൾ 12ാം ക്ലാസ് പോലും പൂർത്തിയാക്കിയിട്ടില്ല. ബാംഗ്ലൂരിൽ അവൾക്കൊരു നീണ്ട ചരിത്രമുണ്ട്. തന്റെ ലുക്കും ചാംസും ഉപയോഗിച്ച് ആളുകളെ ആദ്യം അവൾ വശത്താക്കും. പിന്നീട് അവരെ മാനസികമായും സാമ്പത്തികമായും മാനിപ്പുലേറ്റ് ചെയ്യും. ശേഷം എല്ലാം തകർത്തിട്ട് വിട്ടുപോകും. ഗാരി മാത്രമല്ല, വേറെയും ആളുകളെയും അവൾ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സിമിലർ കാര്യങ്ങൾ ആവർത്തിച്ചിരിക്കുന്നു. അവൾ രവിയുമായി അടുത്തു കഴിഞ്ഞിരിക്കുന്നു. പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നു. രവിക്ക് കുടുംബം ഇല്ലാതാകുന്നു, സമാധാനം ഇല്ലാതാകുന്നു. ഗാരിക്കും ഇത് തന്നെയാണ് സംഭവിച്ചത്. എനിക്കിത് പറയാതെ വയ്യ. മറ്റുള്ളവർക്ക് ഇതൊരു മുന്നറിയിപ്പാകുമെങ്കിൽ ദയവായി കെനീഷയുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുക. GPS മീഡിയക്ക് ഒന്നേ പറയാനുള്ളൂ, കർമ്മ എന്നൊന്നുണ്ട്. എത്ര സമയമെടുത്താലും അത് നടന്നിരിക്കും. ഇതിലെ സത്യവും മിഥ്യയും കതിരും പതിരും എന്നായാലും ചകഞ്ഞ് സ്വയം പുറത്തു വരട്ടെ.